പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇകഴ്ത്തി കാണിക്കുന്നതിലൂടെ തന്നെ സ്വയം അപഹാസ്യനാവുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം എന്തുകൊണ്ടാണ് രക്തം തിളയ്ക്കുന്നത് എന്നതായിരുന്നു രാഹുലിന്റെ ചോദ്യം. എന്നാൽ രാജ്യം നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ പോലും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പൊടി പോലും കണ്ടില്ല എന്നതായിരുന്നു മറ്റൊരു വാസ്തവം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാന്റെ ബങ്കറിൽ കയറി ഒളിച്ചിരുന്നു എന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിലൂടെ തന്നെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ അഭിമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന് കോൺഗ്രസ് നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് BJP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പോസ്റ്റർ ബോയായി മാറി. പണ്ട് കോൺഗ്രസ് പാർട്ടി വർഷങ്ങളായി കത്തയച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക് പ്രണയലേഖനങ്ങൾ അയക്കുന്നില്ല, അതിവിടെ കൂടി ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു തരത്തിലായിരുന്നു അതിരൂക്ഷ വിമർശനം BJP നടത്തിയിരിക്കുന്നതും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് രാഹുൽ ഗാന്ധിക്ക് തക്കമായ മറുപടി നൽകിയിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വന്തം പാർട്ടി വർഷങ്ങളായി ചെയ്തിരുന്നതുപോലെ മോദി സർക്കാർ പ്രണയലേഖനങ്ങൾ അയക്കുന്നില്ല. ഞങ്ങൾ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിയത്. അതേസമയം എക്സിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വൈകാരിക പ്രസംഗത്തിന് മറുപടിയായിട്ടായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നതും. എന്തുകൊണ്ടാണ് ക്യാമറ ഓൺ ആയിരിക്കുമ്പോൾ മാത്രം നരേന്ദ്രമോദിക്ക് രക്തം തിളയ്ക്കുന്നത് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തിയെന്നും പൊള്ളയായ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിരുന്നു. എക്സിൽ പങ്കുവച്ച പ്രതികരണം ഇങ്ങനെയാണ്: മോദിജി, പൊള്ളയായ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കൂ. തീവ്രവാദത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന എന്തിനാണ് വിശ്വസിച്ചതെന്ന് ഞങ്ങളോട് പറയൂ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തല കുനിച്ചുകൊണ്ട് നിങ്ങൾ രാജ്യ താൽപര്യം ബലി കഴിപ്പിച്ചത് എന്തിനാണ്? ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തി എന്നായിരുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെതിരെ നേരത്തെ തന്നെ AICC ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് രംഗത്ത് വന്നിരുന്നു. പൊതു റാലികളിൽ സിനിമാ ഡയലോഗുകൾ പറയുന്നതിനു പകരം പ്രധാനമന്ത്രി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഗൗരവമേറിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയാണ് ചെയ്യേണ്ടതെന്നായിരുന്നു ജയറാം രമേശ് പറഞ്ഞത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഇപ്പോഴും സ്വതന്ത്രരായി തുടരുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 18 മാസത്തിനിടെ പൂഞ്ച്, ഗംഗാഗിർ, ഗുൽമാർഗ് എന്നിവിടങ്ങളിൽ നടന്ന 3 ഭീകരാക്രമണങ്ങൾക്ക് അവർ ഉത്തരവാദികളായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് താങ്കൾ ഒരു സർവകക്ഷി യോഗത്തിലും പങ്കെടുക്കാത്തതും പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാത്തത് എന്തായിരുന്നു? അതിന് ഉത്തരം നൽകൂ എന്നതാണ് ജയറാം രമേശ് പറഞ്ഞത്. ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സിന്ദൂരം വെടിമരുന്നാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇന്ത്യയുടെ ശത്രുക്കളും ലോകരാജ്യങ്ങളും ഇതിനോടകം കണ്ടിട്ടുണ്ട് എന്നാണ് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി പറഞ്ഞതും. മോദിയുടെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തം മാത്രമല്ല, ചൂടുള്ള സിന്ദൂരവും കൂടിയാണ് എന്നും സിന്ദൂരം മായ്ച്ചു കളയാൻ ഇറങ്ങിത്തിരിച്ചവർ അവരെ തുടച്ചു നീക്കപ്പെട്ടു. ഹിന്ദുസ്ഥാനിൽ ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തത്തിനും അവർ വലിയ വില നൽകേണ്ടി വന്നു. ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ഈ ദൃഢനിശ്ചയത്തിൽ നിന്നും ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ വേർപിരിക്കാനാകില്ല എന്നും അല്ലെങ്കിൽ പിന്തിരിക്കാനാകില്ല എന്നും പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയായിരുന്നു ചെയ്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.